ഹായ് ഓൾ, വെൽക്കം ടു സെറ. ഇന്ന് വന്നിരിക്കുന്നത് സമ്മർ റിസർച്ച് ഫെലോഷിപ്പ് 2025 അപ്ലിക്കേഷൻ എങ്ങനെ അയക്കാം, ആർക്കൊക്കെ അയക്കാം എന്നുള്ള കാര്യം നിങ്ങളോട് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. BSc പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും വലിയ സുവർണാവസരമാണ് ഈ വന്നിരിക്കുന്നത്. അപ്പോ സമ്മർ റിസർച്ച് ഫെലോഷിപ്പ് എന്ന് പറയുന്നത് ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസ് അടക്കമുള്ള 3 പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നൽകുന്ന, ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് പ്രവേശനം ലഭിക്കുന്ന 2 മാസം നമുക്ക് പോയി ഇന്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു അവസരമാണ് സമ്മർ റിസർച്ച് ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. നിലവില് 2ാം വർഷം ഡിഗ്രി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ്, സെക്കൻഡ് ഇയർ BSc സ്റ്റുഡൻസിനാണ് ഈ ഒരു ഇന്റേൺഷിപ്പിന് അപ്ലൈ ചെയ്യാനുള്ള അവസരം. സ്റ്റൈപ്പൻഡോട് കൂടിയുള്ള ഇന്റേൺഷിപ്പ് ആണ്. ഓക്കെ, സ്റ്റൈപ്പൻഡോട് കൂടിയുള്ള ഇന്റേൺഷിപ്പ് ആണ് നിങ്ങൾക്ക് ലഭിക്കുക. നിങ്ങൾ പഠിക്കുന്ന വിഷയത്തിനൊക്കെ അകത്ത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾ ആപ്ലിക്കേഷൻ വഴി കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു ഇന്റേൺഷിപ്പ് സാഹചര്യമാണ് ഈ ഒരു സമ്മർ റിസർച്ച് ഫെലോഷിപ്പിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇന്ത്യയിലെ ടോപ്പ് നോച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ അടുത്തറിയാനും അവിടെ എന്തൊക്കെ റിസർച്ചാണ് നടക്കുന്നത്, അല്ലെങ്കിൽ അവിടെ എന്ത് സയൻസ് ആണ് നടക്കുന്നത്, നമ്മുടെ കോളേജും ആ ഇൻസ്റ്റിറ്റ്യൂട്ടും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണ്, അവിടെയുള്ള മനുഷ്യർ എങ്ങനെയാണ് ജീവിക്കുന്നത്, അവർ എങ്ങനെയാണ് റിസർച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ സബ്ജക്റ്റിനോട് അവർ എത്രമാത്രം അടുത്ത് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കൃത്യമായിട്ടുള്ള അവസരമാണ് സമ്മർ റിസർച്ച് ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോ സമ്മർ റിസർച്ച് ഫെലോഷിപ്പ് 2025 എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് വിശദമായിട്ട് ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസിന്റെ വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസ് എന്നോ സമ്മർ റിസർച്ച് ഫെലോഷിപ്പ് 2025 എന്നോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് കിട്ടും. ഈ ഒരു വെബ്സൈറ്റിൽ കൃത്യമായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഹാർഡ് കോപ്പികൾ ഒന്നും തന്നെ അയക്കേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 15 നവംബർ 2024 ആണ്. ലാസ്റ്റ് ഡേറ്റ് 15 നവംബർ 2024 ആണ്. അപ്പൊ നമ്മുടെ മുന്നിൽ ഏകദേശം 1.25 മാസം ഇനി കയ്യിലുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, അതിനുള്ളിലെ ഈ ആപ്ലിക്കേഷൻ അയക്കേണ്ടതുള്ളൂ. ഞാൻ അങ്ങനെ ഒരു ടൈം ഫ്രെയിം പറയാനുള്ള ഒരു കാരണമുണ്ട്, അത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെയാണ് ഇതിലെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. എലിജിബിലിറ്റി ക്രൈറ്റീരിയയില് നിങ്ങൾ BSc 2ാം വർഷ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. MSc ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ആ കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക. MTech ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോ ഇതാണ് ബേസിക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ. എന്നാൽ ഇത് സ്റ്റുഡൻസിന് മാത്രമല്ല, ഇത് ടീച്ചേഴ്സിന് കൂടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഇന്റേൺഷിപ്പ് അവസരമാണ്. ടീച്ചേഴ്സിന്റെ കൃത്യമായിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ അവിടെ പറഞ്ഞിട്ടുണ്ട്. PhD സ്റ്റുഡൻസിന് ഈ ഒരു ഇന്റേൺഷിപ്പിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല എന്നുകൂടെ വെബ്സൈറ്റിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ കണ്ടന്റുകൾ ഈ സിയിൽ കാണുന്ന, സി എന്ന് പറയുന്ന ഇതിൽ കാണുന്ന കണ്ടന്റുകൾ. ഓക്കെ, അപ്പൊ ഈ കണ്ടന്റുകൾ എന്ന് പറയുന്ന കാര്യം എന്താണ് എന്നാണ് ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടത്. ഈ ഒരു ആപ്ലിക്കേഷനിൽ ഏറ്റവും ക്രൂഷ്യൽ ആവുന്നത് ഈ ഒരു കണ്ടന്റ് ആണ്. ഓക്കെ, എന്താണ് ഈ കണ്ടന്റ് എന്ന് പറയുന്നത്? നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വിഷയത്തിനകത്ത്, സപ്പോസ് ഞാനൊരു കെമിസ്ട്രിക്കാരനാണ്, അപ്പൊ എനിക്കിഷ്ടം ഓർഗാനിക് കെമിസ്ട്രി ആണ് എന്ന് കരുതുക. അപ്പൊ ഓർഗാനിക് കെമിസ്ട്രിക്കകത്ത് ഒരു സ്പെസിഫിക് ടോപ്പിക് ഞാൻ ചൂസ് ചെയ്യുന്നു. ആ ടോപ്പിക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റിസർച്ച് ചെയ്യാൻ. അതിനെപ്പറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും അതിലെ ഒരു സബ് ടോപ്പിക് എടുത്ത് ആ ടോപ്പിക്കിലാണ് റിസർച്ച് ചെയ്യാൻ താല്പര്യമെന്നും, അപ്പോൾ അതിനെ എങ്ങനെയെല്ലാമാണ് അത് എന്നെ സഹായിക്കാൻ വേണ്ടി പോകുന്നതെന്നും, എന്താണ് ഞാൻ ആ റിസർച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള തരത്തില് 150നും 250നും ഇടയിൽ 150 to 250 വേർഡ്സിന്റെ ഇടയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു റൈറ്റപ്പ് എഴുതിയിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യാനുണ്ട്. ഓക്കെ, ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് വളരെ നല്ല റൈറ്റപ്പ് ആക്കാൻ വേണ്ടി നിങ്ങളുടെ എഫേർട്ട് ഇടാം. അതിനാണ് നമ്മുടെ മുന്നിൽ ഇനി 1 മാസം കൂടെ ഉണ്ട് എന്ന് പറഞ്ഞത്. ഓക്കെ, ഈ 1 മാസത്തിനിടയ്ക്ക് ചിലപ്പോൾ നമുക്ക് സെമസ്റ്റർ എക്സാം ഉണ്ടാവും, ചിലപ്പോൾ നമുക്ക് ഇന്റേണൽ എക്സാം ഉണ്ടാവും. ഇതിന്റെ ഒക്കെ ഇടയിൽ നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ അയക്കാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്താൻ വേണ്ടി കഴിയണം. അങ്ങനെ സമയം നിങ്ങളെ കൊണ്ട് കണ്ടെത്താൻ വേണ്ടി കഴിയുമെന്ന കാര്യത്തിൽ സെറക്ക് ഉറപ്പുണ്ട്. കാരണം ഓൾറെഡി സെക്കൻഡ് ഇയർ BSc സ്റ്റുഡന്റ് ആയ നിങ്ങൾക്ക് സെറയിലെ കൂടെ സെമസ്റ്റർ ക്ലാസ്സുകൾ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ആ ക്ലാസ്സുകൾ കാണുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് സമയം നീക്കി വെക്കാൻ വേണ്ടി, ഈ ഒരു ആപ്ലിക്കേഷൻ അയക്കാൻ വേണ്ടി നീക്കി വെക്കാൻ വേണ്ടി കൂടെ നിങ്ങളുടെ കയ്യിലുണ്ടാവും. സെമസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള, IIT JAM CUET PG ലോങ് ടേം ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്കുള്ള ഇതുപോലുള്ള ഇന്റേൺഷിപ്പ് അവസരങ്ങൾ
അല്ലെങ്കിൽ നിങ്ങളുടെ എങ്ങനെയാണ് നിങ്ങൾ ഇനി മുന്നിലേക്ക് നീങ്ങേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു കെമിസ്ട്രി, ഫിസിക്സ്, ലൈഫ് സയൻസ്, മാത്സ് ഏത് സബ്ജക്ട് പഠിക്കുന്ന ഒരാളായിക്കോട്ടെ, സയൻസ് മേഖലക്കകത്ത് എങ്ങനെയാണ് മുന്നിലേക്ക് നീങ്ങേണ്ടത് എന്ന് കൃത്യമായി പറഞ്ഞു തരാനാണ് സെറ ഇവിടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ സെറയിലെ ഫാക്കൽറ്റികൾ ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഇപ്പൊ പഠിക്കുന്ന ഫീൽഡിനകത്ത് ഓൾറെഡി 3 കൊല്ലമോ 5 വർഷമോ മുന്നേ പഠിച്ചിറങ്ങിയ, കൃത്യമായിട്ട് എന്താണ് ഈ ഫീൽഡിനകത്ത് ഇപ്പോ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് അറിയുന്ന ഇന്ത്യയിലുള്ള എല്ലാ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു മലയാളിയെങ്കിലും കണക്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങളെ കൊണ്ട് പറ്റും. അല്ലെങ്കിൽ ഒരാളെയെങ്കിലും, ഒരു മലയാളി എന്നല്ല, ഒരു ഇന്ത്യക്കാരനെയെങ്കിലും നമുക്ക് അവിടെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. വിദേശ സർവകലാശാലകളിൽ പഠിക്കുന്ന, അല്ലെങ്കിൽ അവിടെ എങ്ങനെ എത്തിപ്പെടണം എന്ന് നമുക്ക് നിങ്ങളോട് പറഞ്ഞു തരാൻ വേണ്ടി പറ്റും എന്ന് ഇത്ര ഉറപ്പോടുകൂടി നിങ്ങളോട് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, സെറയുടെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് വളരെ വലുതാണ്. നിങ്ങളും ഇതിനകത്തേക്ക് വരികയാണെങ്കിൽ, സെറയിലെ ഒരു സ്റ്റുഡന്റ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ എല്ലാ തരത്തിലുള്ള ബെനിഫിറ്റ്സും ഉണ്ടാവും. അതിൽ ഒരു സംശയവും, ഒരു തർക്കവും ഇല്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, സെമസ്റ്റർ ബാച്ചിനോടൊപ്പം തന്നെ നിങ്ങൾ ഇനി 2026 IIT JAM, CUET PG മറ്റ് യൂണിവേഴ്സിറ്റി എൻട്രൻസ് പരീക്ഷകൾക്ക് കൂടെ പ്രിപ്പയർ ചെയ്യേണ്ട സമയമായിരിക്കുന്നു. ഈ ഒരു 3rd സെം അവസാനിക്കുന്നതോടുകൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെപ്പറ്റി ഗൗരവമായി ചിന്തിക്കുകയും സെറയുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. വളരെ ചുരുങ്ങിയ ചെലവിൽ നിങ്ങളെ IIT-യിൽ എത്തിച്ചിരിക്കും, അല്ലെങ്കിൽ CUET ക്രാക്ക് ചെയ്യിപ്പിച്ചിരിക്കും എന്നാണ് പറയാനുള്ളത്. അതിനു മുന്നേ IIT JAM-ഓ CUET PG-യോ ക്രാക്ക് ചെയ്യുന്നതിന് മുന്നേ ഇന്ത്യയിലുള്ള ടോപ്പ് നോച്ച് യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു അവസരമാണ് ഈ പറയുന്ന ഈ ഒരു റൈറ്റപ്പ് എഴുതിയാൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, അവിടെ പോയി ഒരു 2 മാസത്തെ ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോൾ വളരെ നല്ലൊരു ഇന്റേൺഷിപ്പ് ആയിട്ട് ഉറപ്പായിട്ട് മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും. അപ്പൊ കിട്ടുന്ന എക്സ്പോഷറിന്റെ പുറത്ത്, അപ്പൊ കിട്ടുന്ന ബന്ധങ്ങളെ പുറത്താണ് നിങ്ങളുടെ കരിയർ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരു BSc സ്റ്റുഡന്റ് എന്ന നിലക്ക് നിങ്ങൾക്ക് നല്ലൊരു ഇന്റേൺഷിപ്പ് നിങ്ങൾ ചെയ്തിരിക്കണം. നിങ്ങളുടെ CV, കരിക്കുലം വിറ്റ് എന്ന് പറയുന്നത് പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങാൻ വേണ്ടി പഠിച്ച ഒരു സാധനമല്ല. അത് വളരെ നല്ല രീതിയിൽ ഉണ്ടാവണമെങ്കിൽ, അത് ഉണ്ടാക്കണമെങ്കിൽ അതിൽ നമ്മൾ കൃത്യമായിട്ട് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ, എനിക്ക് കെമിസ്ട്രി, ഫിസിക്സ്, ലൈഫ് സയൻസ് എത്രത്തോളം അറിയാമെന്നുള്ളത് നിങ്ങളുടെ CV-യിൽ ഉൾപ്പെടുത്തിയാൽ മാത്രമേ നാളെ ഒരാൾ അത് വാല്യൂ ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ ഒരു ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ ഇരിക്കുന്ന സമയത്ത് അവര് നിങ്ങളെ പരിഗണിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്യൂ എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ കണ്ടന്റ് എഴുതാൻ വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ സെറയോട് ബന്ധപ്പെടാം. സെറയിലെ ബാച്ചിലർ സ്റ്റുഡൻസിന് കൃത്യമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ എല്ലാ മാർക്ക് ഷീറ്റിന്റെയും സ്കാൻഡ് കോപ്പി 700 KB-യിൽ കൂടാതെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ മാർക്ക് ഷീറ്റ് കൃത്യമായിട്ട് അപ്ലിക്കേഷന്റെ കൂടെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നോട്ട് ചെയ്യാനുള്ളത്. ഈ ഒരു വെബ്സൈറ്റിന്റെ താഴെ ക്ലിക്ക് ഹിയർ ടു രജിസ്റ്റർ എന്ന് നിങ്ങൾ കാണും. അപ്പോൾ ക്ലിക്ക് ഹിയർ ടു രജിസ്റ്റർ കൊടുത്തു കഴിഞ്ഞാൽ തൊട്ടടുത്ത ഒരു പേജ് ഓപ്പൺ ആയി വരും. അതിൽ നിങ്ങൾ ഏത് കാറ്റഗറി ആണ് എന്നുള്ളത് കൊടുക്കുക. സ്റ്റുഡന്റ് എന്ന് കൊടുത്തു നോക്കുക. ഓക്കെ, നിങ്ങൾ സ്റ്റുഡന്റ് ആണെങ്കിൽ സ്റ്റുഡന്റ്, നിങ്ങൾ ഒരു ടീച്ചർ ആണെങ്കിൽ ടീച്ചർ എന്ന് കൊടുക്കുക. അപ്പോൾ സ്റ്റുഡന്റ് എന്ന് കൊടുത്ത് സപ്പോസ് കെമിസ്ട്രി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, കെമിസ്ട്രി ആയിട്ട് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ടോപ്പിക് ചോദിക്കും. ഇനോർഗാനിക് ആണോ, ഓർഗാനിക് ആണോ, ഫിസിക്കൽ ആണോ എന്ന് ചോദിക്കും. ഇതുപോലെ തന്നെയാണ് ഫിസിക്സിന്റെ കാര്യത്തിലും വരുന്നത്. ഓക്കെ, ഫിസിക്സിന്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് എന്താണ് നിങ്ങളുടെ ടോപ്പിക്? ആസ്ട്രോണമി, ആസ്ട്രോഫിസിക്സ്, അതുപോലെ അറ്റോമിക് ഫിസിക്സ്, ലേസർ ഒപ്റ്റിക്സ്, കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സ്, ന്യൂക്ലിയർ ആൻഡ് ഹൈ എനർജി ഫിസിക്സ്, റിലേറ്റിവിറ്റി ആൻഡ് കോസ്മോളജി. ഇത്രയും ടോപ്പിക്കിനകത്താണ് ഈ ഒരു ഫോക്കസ് ഏരിയ സയൻസ് ടെക്നോളജി സമ്മർ റിസർച്ച് ഫെലോഷിപ്പ് 2025 ഇത്തവണ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഇഷ്ടമുള്ള ടോപ്പിക് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കാം. ലൈഫ് സയൻസിന്റെ കേസിൽ വരികയാണെങ്കിൽ ലൈഫ് സയൻസിൽ അനിമൽ സയൻസ്, ബയോടെക്നോളജി, എൻവയോൺമെന്റൽ സയൻസ്, ഹെൽത്ത് സയൻസ്, മൈക്രോബിയൽ സയൻസ്, അതേഴ്സ്, പ്ലാന്റ് സയൻസ്, മറ്റേതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടോപ്പിക് ഉണ്ടെങ്കിൽ അത് അതേഴ്സ് അടിച്ച് നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് തിരിച്ച് ഈ ഒരു ഇതിലേക്ക് തന്നെ വരാം. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഒരു ടോപ്പിക് ചൂസ് ചെയ്യുന്നു. ഞാനിവിടെ കെമിസ്ട്രി ചൂസ് ചെയ്തു. അപ്പോ ഞാനൊരു ഓർഗാനിക് എന്ന് ചൂസ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാൻ നെക്സ്റ്റ് അടിക്കുന്ന സമയത്ത് എനിക്ക് മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെയാണ് നിങ്ങളുടെ പേര് വിവരങ്ങൾ കൃത്യമായിട്ട് കൊടുക്കേണ്ട സ്ഥലം. അവിടെ നിങ്ങൾ ഇമെയിൽ ID, പ്രധാനമായിട്ടും ഈ ഒരു അപ്ലിക്കേഷൻ അയക്കേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ഫോൺ നമ്പറും ഇമെയിൽ ID എവിടെയെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ തെറ്റിക്കാതെ കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. ഇമെയിൽ ID-യിലെ കൂടെ ആയിരിക്കും ഭൂരിഭാഗം കമ്മ്യൂണിക്കേഷൻസും വരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ മെയിൽ ID തെറ്റിച്ചു കഴിഞ്ഞാൽ, കമ്മ്യൂണിക്കേഷൻ മിസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു അവസരം ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം. അങ്ങനെ നഷ്ടപ്പെട്ട ഒരുപാട് പേരെ ഞങ്ങൾക്കറിയാം.
അപ്പോൾ കൃത്യമായിട്ട് പേരും ഇമെയിൽ ഐ ഡിയും കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ശ്രദ്ധിക്കുക. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് കാര്യങ്ങൾ, SLC, +2, ഗ്രാജുവേഷൻ, നിലവിൽ എന്താണ് ചെയ്യുന്നത്, ആ കോഴ്സ് അതിന്റെ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് പഠിക്കുന്നത്, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ രജിസ്റ്റർ നമ്പർ അല്ലെങ്കിൽ എൻറോൾമെന്റ് നമ്പർ നിങ്ങൾ കൊടുക്കുക. എന്നിട്ട് നിലവിൽ വന്നിട്ടുള്ള സെമിസ്റ്ററുകളുടെ റിസൾട്ട്, അതായത് ഒന്നിന്റെയും രണ്ടിന്റെയും റിസൾട്ട് വന്നിട്ടുണ്ടാവും നിലവിൽ, ഫസ്റ്റ് സെമിസ്റ്ററിന്റെയും സെക്കൻഡ് സെമിസ്റ്ററിന്റെയും. അതിന്റെ റിസൾട്ട്, അത് ഏത് ഇയറിലാണ് എഴുതിയത് അതും, അതുപോലെ അതിന് എത്ര ശതമാനം മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയത് അതും നിങ്ങൾ ഇവിടെ കൃത്യമായിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം. അതിന്റെ സ്കാൻഡ് കോപ്പി 700 KB കൂടാതെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞാല് ആസ് എ BSc സ്റ്റുഡന്റ് അത്ര മാത്രമേ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളൂ. പിന്നെ കറന്റ്ലി സ്റ്റഡിയിങ് ഇയറും മറ്റുള്ള കാര്യങ്ങളും കൊടുക്കാം. മറ്റ് ട്രെയിനിങ്ങുകളോ പ്രൊജക്റ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇന്റേൺഷിപ്പുകളോ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നിങ്ങൾ ഇതിൽ അപ്ലൈ ചെയ്യാൻ, ഇതിൽ ഇട്ട് കൊടുക്കണം. ഓക്കെ, അതിനുശേഷം നിങ്ങൾ മറ്റ് ഫെലോഷിപ്പ് എന്തെങ്കിലും വാങ്ങുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഇൻസ്പയർ വാങ്ങുന്നവരായിരിക്കും. ഓക്കെ, ഇൻസ്പയർ ആണെങ്കിൽ അവിടെ S കൊടുക്കേണ്ടി വരും. ഓക്കെ, അങ്ങനെ മറ്റ് ഫെലോഷിപ്പ് റിസീവ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവിടെ S എന്നിട്ട് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ടൈപ്പ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഏത് അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂഷനിലാണോ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യം, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ലബോറട്ടറിയിൽ വർക്ക് ചെയ്യാനാണോ താല്പര്യം എന്നുള്ള കാര്യം അവിടെ നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കണം. അതുപോലെ ഏത് ഡേറ്റ് മുതൽ ഏത് ഡേറ്റ് വരെയാണ് നിങ്ങളുടെ സെമസ്റ്റർ ബ്രേക്ക് എപ്പോഴാണ് വരുന്നത്, സമ്മറിലെ നിങ്ങളുടെ സെമസ്റ്റർ ബ്രേക്ക് എപ്പോഴാണ് വരുന്നത്, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, അപ്പൊ നിങ്ങൾ ഈ ഇന്റേൺഷിപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ആ ഗ്യാപ്പ്, ആ സെമസ്റ്റർ ബ്രേക്ക് എപ്പോഴാണ് വരിക എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആ ഡേറ്റ് അതിൽ ഇട്ട് കൊടുക്കണം. ഓക്കെ, യൂഷ്വലി ഏപ്രിൽ കഴിഞ്ഞാൽ, മെയ് ഒരു ജൂലൈ വരെയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ആ ഒരു ബ്രേക്ക് കിട്ടാൻ സാധ്യത. ഓക്കെ, അത് നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതുപോലെ ഏറ്റവും അവസാനത്തെ റൈറ്റ് അപ്പ്, ഇതാണ് നേരത്തെ പറഞ്ഞ കണ്ടന്റ്. അത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് ഇവിടെ കയറ്റാണ് വേണ്ടത്. ഓക്കെ, ഇവിടെ ടൈപ്പ് ചെയ്ത് കയറ്റാണ് വേണ്ടത്. റെഡി? അപ്പോ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇവിടെ വരുന്നത്. ഓക്കെ, പിന്നെയുള്ളത് നിങ്ങളൊരു ഡിക്ലറേഷനും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പൊ പറഞ്ഞതുപോലെ ഈ കൃത്യമായിട്ട് ഇന്റേൺഷിപ്പുകൾ ചെയ്യുന്നവർക്കും, അല്ലെങ്കിൽ അതുപോലെ ഇന്റേൺഷിപ്പുകൾക്ക് പുറമെ മറ്റ് പ്രൊജക്റ്റുകൾ ചെയ്യുന്നവർക്കും അവരുടെ കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടി മറ്റൊരാളെ സഹായത്തിന്റെ ആവശ്യം വരാൻ വേണ്ടി പോകുന്നില്ല. അവരെ നെറ്റ്വർക്കിംഗ് കപ്പാസിറ്റി തനിയെ കൂടുന്നതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് വിവരങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് സെറ പരമാവധി ശ്രമിക്കാറുണ്ട്. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ നിങ്ങൾ പരിഗണിക്കുക. ഓക്കെ, കൃത്യമായിട്ടുള്ള നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി നിങ്ങൾക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, സെറയുടെ സെമസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യുകയും IIT സ്വപ്നം കണ്ട് തുടങ്ങാനും നിങ്ങൾ ഈ നിമിഷം മുതൽ ആരംഭിക്കണം എന്നാണ് പറയാനുള്ളത്. താങ്ക് യു ഫോർ ലിസണിങ്.